സൂപ്പർമാൻ്റെ സ്പെഷ്യൽ പ്രിവ്യൂവിന് വന്നവർക്കുള്ള ഗിഫ്റ്റ് ആയിരുന്നു ഈ കാണുന്ന കാർഡ്സ്, പോസ്റ്റർ, ക്യാപ്പ്, വലിയ പോസ്റ്റർ, ഈ നോട്ട് പാഡ്, ഇതെല്ലാം. ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ ഈസ് എൻ അബ്സല്യൂട്ട് വിന്നർ. അത് പറയാൻ കാരണം ഇതിനു മുമ്പുള്ള സൂപ്പർമാൻ സിനിമകൾ കാണുമ്പോൾ സൂപ്പർമാൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല, ഈസ് എൻ ഏലിയൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷേ ഈ പടത്തിൽ അങ്ങനെയല്ല. ഒരു മനുഷ്യൻ ഏതൊക്കെ വികാരതലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, എന്തൊക്കെ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അതുപോലെ തന്നെയാണ് സൂപ്പർമാനും എന്ന രീതിയിലുള്ള ഒരു നരേഷനാണ് ഈ പടത്തിൽ നൽകിയിരിക്കുന്നത്. അത് സിനിമയ്ക്ക് നൽകുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് പടം അവസാനിക്കുന്നവരെയുണ്ട്. അതിൻ്റെ കൂടെ ഡേവിഡ് കോറൻസ്പെറ്റിന്റെ സൂപ്പർമാനായിട്ടുള്ള പെർഫോമൻസ്, പുള്ളിനെ എത്ര പടത്തിൽ സൂപ്പർമാനായിട്ട് വന്നാലും അടിപൊളിയായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയാണ്. എന്ത് ബലം പിടിച്ചിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, വളരെ നാച്ചുറലായിട്ട് എന്ന് പറയുമ്പോൾ സൂപ്പർമാനിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണോ ചോദിക്കരുത്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. അതുപോലെയാണ്. പിന്നെ ഇതൊരു പറ്റുന്ന ഏറ്റവും വലിയ ബിഗ് സ്ക്രീനിൽ കാണുന്നത്, ഇതിലെ ആക്ഷൻ സീൻസ് വരുന്നത്, ഇതിനകത്തുള്ള ഒരുപാട്, ഇതൊരു ഐമാക്സ് ഫിലിമാണ്. ഐമാക്സ് ആണെങ്കിലും PXL ആണെങ്കിലും എപ്പിക് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നൽകുന്നത്. തിയേറ്ററിൽ മാത്രം കാണുക, തിയേറ്ററിലല്ലാതെ വേറെ എവിടെയും കാണാൻ പാടില്ല. അതുപോലത്തെ സിനിമയാണ് സൂപ്പർമാൻ. ഏകദേശം ഒരു 100 അടിയോളം വലിയൊരു ഐമാക്സ്, കിഡിലൻ ഐമാക്സ് സ്ക്രീനിലാണ് ഞാൻ ഈ സിനിമ കണ്ടത്. റിലേറ്റഡ് വീഡിയോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാം. അത് കണ്ടു നോക്കുക. ഓക്കെ.